ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വോയിസ് വിടുന്നത്. പിന്നെ ഹൈറിച്ചിൻ്റെ MD പ്രതാപൻ സാർ അവസ്ഥയതിനു ശേഷം എനിക്കൊരു മൂന്നാൾക്കാർ എന്നെ വിളിച്ചിരുന്നു. മുമ്പ് വിളിച്ചിരുന്ന ആൾ തന്നെയാണ്. ഒന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുന്നത് തന്നെയാണ്. ഈ വിഷയമായിട്ട് ആൾ 2-3 പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം വിളിച്ചിരുന്നു വ്യത്യസ്തമായിട്ട് തന്നെ ആ ഒരു സംസാരക ശൈലിയൊക്കെ മാറി. ഇനി പ്രതീക്ഷയില്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. പക്ഷേ എൻ്റെ അടുത്ത് പരിഹാരമാർഗം പറഞ്ഞു കൊടുക്കാനൊന്നുമില്ല. നമ്മുടെ അടുത്ത് പരിഹാരമാർഗം കൊടുക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിനൊക്കെ പിന്നെ തെറി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരോട് പിന്നെ നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാനാണ്? അപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നത് ഈ മൂന്നാളെ സംസാരത്തിൽ മനസ്സിലാക്കിയത് കുറച്ച് ആളുകൾക്ക് ഇത് അയ്യടാ പറ്റിപ്പോയത് തന്നെയാണ് എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. നമ്മൾ പിന്നെ ഒക്ടോബർ മാസം ഞാൻ ഹൈറിച്ചിൽ ജോയിൻ ചെയ്ത ആളാണ്. അതിനുശേഷം നവംബർ മാസത്തിൽ തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും ഹൈറിച്ചിൻ്റെ ഓഫീസിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ കണ്ട് വിലയിരുത്താനും അതോടുകൂടി തന്നെ ഇത് മുന്നോട്ട് പോകുന്നൊരു കേസല്ല എന്ന് ഞാൻ എൻ്റെ കൂടെയുള്ള ആൾക്കാരോട് തുറന്നു പറഞ്ഞതാണ്. എൻ്റെ വോയിസ് കേൾക്കുന്നവരിൽ അവരും ഉണ്ടാവും. പിന്നെ ഹൈറിച്ചിൻ്റെ MD പ്രതാപൻ അറസ്റ്റ് ആയ ഉടനെ ഞാൻ ഗ്രൂപ്പിൽ വോയിസ് ഇട്ടിട്ടുണ്ട്. ഹൈറിച്ചിൻ്റെ ഗ്രൂപ്പിൽ തന്നെ ഇത് അപകടത്തിൽ ചെന്ന് പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ സൈലൻ്റ് ആയിരിക്കുന്നുണ്ട് കാര്യമില്ല, സംസാരിച്ചോളൂ. നിങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടപ്പെട്ടവരാണ്. നിങ്ങളുടെയൊക്കെ 10,000-ങ്ങളും ലക്ഷങ്ങളുമാണ് അവിടെ തൃശ്ശൂർ ഓഫീസിലെത്തിയിട്ടുള്ളത്. അത് നഷ്ടപ്പെടാതിരിക്കാനുള്ള വഴി വേഗം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. നെഗറ്റീവാണ് പറയുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എന്നെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കാനുണ്ടായത്. അതവിടെ നിന്നോട്ടെ. ഇപ്പോൾ നമുക്ക് പല ആളുകളുടെയും കരച്ചിലുകൾ, വിഷമങ്ങൾ, വേദനകൾ, പേടികൾ, ജീവിതത്തിൽ മുന്നോട്ടെങ്ങനെ പോകുന്നുള്ള പേടികളൊക്കെ നമ്മളിങ്ങനെ യൂട്യൂബ് വീഡിയോസിലും അതുപോലെ ചില വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ധാരാളം കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം അതൊക്കെ വലിയ വിഷമമുള്ള കാര്യമാണ്. കാരണം നമ്മൾ അവരെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ വിഷമം എത്രത്തോളം ക്രൂരമാണ് അവർ ചതിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു. അവരെ വേദന എത്രത്തോളം. അവരൊരിക്കലും നമുക്ക് കളിയാക്കാനോ അവരെ കുറ്റപ്പെടുത്താനോ ഒന്നും കഴിയൂല. കാരണം തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ആൾ ഹൈറിച്ചിൽ നിന്ന് കിട്ടുന്ന മാസം കിട്ടുന്ന വരുമാനം കൊണ്ട് ചെലവുകൾ കഴിഞ്ഞു പോകുന്നത് 2-3-4 മാസങ്ങളായി തുടർച്ചയായിട്ട് കാണുമ്പോൾ എനിക്കും അങ്ങനെ ഒരു വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കാത്തവരാരുമില്ല. ആരായാലും ആഗ്രഹിച്ചു പോവും. അവിടെ ശരിയും തെറ്റും ചിന്തിക്കാനോ അതല്ലെങ്കിൽ ഇതിൻ്റെ ലീഗാലിറ്റി പരിശോധിക്കാനൊന്നും നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ പോവില്ല എന്നുള്ള വാസ്തവമാണ്. ആ ഒരാഗ്രഹം ഉള്ള ഇരിപ്പ് തന്നെ അവർ സപ്പോർട്ടായിട്ട് പറയും, നീ ചേർന്നോ എനിക്കിത്രയും കിട്ടുന്നില്ലേ. സത്യമാണ് അവർ പറയുന്നത്. അവർ കിട്ടുന്നുണ്ട്, ഇവർക്കും കിട്ടിക്കോട്ടെ എന്നുള്ള ആഗ്രഹം അവരുടെ മനസ്സിലുണ്ട്. മാത്രമല്ല പൈസ പോവുന്നില്ലല്ലോ, അവരുണ്ടല്ലോ നമ്മളെ കൂടെ, തൊട്ട അയൽവാസിയല്ലേ അല്ലെങ്കിൽ സുഹൃത്തല്ലേ, കുടുംബത്തിലുള്ള ആളല്ലേ എന്നുള്ളത് കൊണ്ട് തന്നെ അവരൊരു 50,000 1 ലക്ഷമോ ഉള്ളതിട്ടു. 2 മാസം കിട്ടുമ്പോൾ വിശ്വാസമേറി. മാത്രമല്ല ഇവരുടെ മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ആർക്കും തന്നെ അതിലങ്ങട്ട് മുഴുകിപ്പോവും. അപ്പോൾ പിന്നെ 1 ലക്ഷം ഇട്ടപ്പോൾ എനിക്ക് ഒരു മാസം 4,000-4,500 കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 2-3 ലക്ഷവും കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് സുഖമായിട്ട് ജീവിച്ചൂടെ, അല്ലെങ്കിൽ എല്ലാ ചെലവിനുള്ള വകയാവുമല്ലോ എന്ന് വിചാരിച്ച് കയ്യിലുള്ള സ്വർണം വിറ്റിട്ടും അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നീക്കിരിപ്പുണ്ടെങ്കിൽ അതും അല്ലെങ്കിൽ ഭൂമി പണയം വെച്ചിട്ടൊക്കെ ഈ കാശ് കൊണ്ടിട്ട ആൾക്കാരാണ്. ഇവർ ഒരു വിധത്തിലും കുറ്റം പറയാൻ ഇവരെ പോയി ചേർത്തിയ ആളെ കുറ്റം പറയാനില്ല. അവർക്കൊക്കെ മേലെ ഇവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഇത് മണി ചെയിൻ ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത് വളരെ കുറഞ്ഞ ആയുസ്സേക്ക് മുന്നോട്ട് പോകുള്ളൂ എന്നുള്ള വ്യക്തമായി അറിയുന്ന ആളുകൾ തന്നെയാണ് ഇതിന് തലപ്പത്തിരിക്കുന്നത്. അവരുടെ താഴെ വരുന്ന ഏറ്റവും താഴെയുള്ള കുറച്ച് ലെവലുകൾ, ഒരു 4-5 ലെവലിലുള്ള ആളുകൾ മാത്രം ആണ് ഇതിന് നഷ്ടപ്പെട്ടവരും. അവരിതിന് അറിഞ്ഞുകൊണ്ട് പോയി പെട്ടതല്ല. അവരുടെ തെറ്റാകെ ഒന്നേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് ഒരു പണം നിക്ഷേപിക്കുമ്പോൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലുള്ളൊരു അറിവ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, അവരുടെ അടുത്തില്ല എന്നുള്ള തെറ്റ് മാത്രമേ അവർക്കുള്ളൂ. ഞാനിപ്പോൾ പറയാൻ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലായിട്ട് കമൻറ്റ് ബോക്സിലും ഞാൻ നേരിട്ട് സംസാരിക്കുമ്പോഴും അതുപോലെ തന്നെ ഇപ്പോൾ ഡെയിലി മിറർ എന്ന TV-യിൽ ഇപ്പോൾ കുറച്ച് ആളുകളുടെ ഇൻ്റർവ്യൂ ഇങ്ങനെ ഡെയിലി കാണുന്നുണ്ട്. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസൊക്കെ ഏതൊരു സെയിം തന്നെയാണ്. അവരുടെ ഉദ്ദേശം എന്താണോ അതിലേക്ക് തന്നെയാണ് ക്വസ്റ്റ്യൻ ആൻസറും അത് പിന്നെ കൊണ്ടുവരുന്നത്. അതൊരു പ്ലാനഡ് പരിപാടിയാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ നമുക്കൊന്നുമില്ല, എങ്ങനെയെങ്കിലും ഹൈറിച്ചിൻ്റെ ജെനുവിൻ ഗ്രൂപ്പ് ജെനുവിൻ ആണോ എന്ന് ചോദിക്കുന്ന, ജെനുവിനല്ല എന്ന് പറയുന്ന ആ ഗ്രൂപ്പിനെതിരെ എങ്ങനെയെങ്കിലും അയാളെ കൊണ്ട് സംസാരിപ്പിക്കുക എന്ന ഉദ്ദേശമാണ് അയാൾക്കുള്ളത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ,
അതിൽ ഇന്ന് സംസാരിച്ചൊരു സുഹൃത്ത് പറഞ്ഞതും ഞാൻ നേരത്തെ കേട്ടു എന്ന് പറയുന്നതൊക്കെ ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ നിസ്സഹായത മനസ്സിലാക്കാൻ, ഞങ്ങളുടെ ഇപ്പോഴത്തെ ദാരിദ്ര്യം മനസ്സിലാക്കാൻ, മനസ്സിലെ പേടി മനസ്സിലാക്കാൻ, ഞങ്ങളുടെ സത്യാവസ്ഥ, ഞങ്ങളുടെ കമ്പനിയുടെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ, സത്യസന്ധമായി ഞങ്ങളുടെ കമ്പനിയെ മനസ്സിലാക്കാൻ ഇന്ന് ആരുമില്ലേ എന്നുള്ള ചോദ്യം, എന്തുകൊണ്ട് ഞങ്ങളോട് ചോദിക്കുന്നില്ല എന്നുള്ള ചോദ്യം. ഈ ചോദ്യം പല പ്രാവശ്യം പലയിടത്തും ഞാൻ കേട്ടിട്ടുണ്ട്. അത് അവിടെ ഇങ്ങനെ ഇരുന്ന് ഈ ബെഡ്റൂമിലെ ചാനലിൽ പോയി ഇരുന്ന് പറയേണ്ട വല്ല കാര്യമുണ്ട് സഹോദരന്മാരെ. അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾക്കറിയില്ലേ ഇന്ന് നമുക്കാർക്കും ഒരു പത്രക്കാരെ വിളിച്ച് സമ്മേളനം നടത്താൻ പറ്റും? മെയിൻ സ്ട്രീം പത്രങ്ങളിൽ നിങ്ങൾ പോയി പറയൂ, ഇല്ല നിങ്ങൾക്ക് കഴിയൂല, ഞാൻ സഹായിക്കാം, ഇവിടെ സഹായിക്കാം. ഇവിടെ ഹൈറിച്ച് ഗ്രൂപ്പിൽ, ജലുവിൻ ഗ്രൂപ്പിൽ നസീർക്ക് വരെ പറയുന്നുണ്ട്, ആ കാര്യത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാം. അവരെ നമ്മൾ വെറുതെ ഇങ്ങനെ കണ്ണടച്ച് തെറി പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഒരു കാര്യമില്ല. അതൊക്കെ നിങ്ങളോ അപ്പീൽ ലീഡേഴ്സ് എങ്ങനെയെങ്കിലും അവരെ നിങ്ങൾ മോശക്കാരായി കാണാൻ വേണ്ടിയിട്ട്, എങ്ങനെയെങ്കിലും ലീഡേഴ്സിൻ്റെ മേൽ കേസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല, ശരിയോ തെറ്റെന്ന് പറഞ്ഞൂടെ. അതുകൊണ്ട് അതിങ്ങനെ കേട്ടിട്ട് കുറേ ഗ്രൂപ്പിനെ പറഞ്ഞിട്ട് ഗ്രൂപ്പിനെ വലിയ പവർഫുള്ളായിട്ടുള്ളൊരു വലിയ എന്തോ സംഭവമായിട്ട് നിങ്ങളെന്നെ ചിത്രീകരിക്കുകയാണ്. അവരാകെ പറയുന്നത് ഇത് തെറ്റാണ്, ഇതിലാരും പോകരുത്. അപ്പോൾ നമ്മൾ എന്ത് പിന്നെ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് നിയമമുണ്ട്, നമ്മുടെ സർക്കാർ നിയമം തന്നിട്ടുണ്ട്, അതുവഴിക്ക് നിങ്ങൾക്ക് കേസ് കൊടുത്താൽ നഷ്ടപ്പെടാതെ കാശ് തിരിച്ചു കിട്ടാനുള്ള വഴിയുണ്ട് എന്ന് പറയുന്നത്. ഇത്രേ അവർ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഏതെങ്കിലും കമ്പനി പൂട്ടി പോകും. അപ്പോൾ നമ്മളെല്ലാവരും കൂടി, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി പറയാം അവരാണ് ശത്രുക്കൾ, കൊട്ടേഷൻ എടുത്തതാണ്, അവർ പൊളിക്കാൻ നോക്കുകയെന്ന് പറയുന്നത് വെറുതെ നമ്മളിങ്ങനെ പറയുന്നില്ല. അതുകൊണ്ടൊരു പ്രയോജനമില്ല. അപ്പോൾ ഇവിടെ ഈ സഹോദരങ്ങളെ മുറവിളി കൂട്ടുന്നത് പോലെ എന്തുകൊണ്ട് പത്രക്കാരെ വിളിച്ച് സംസാരിച്ചുകൂടാ? നിങ്ങളുടെ കമ്പനി സത്യസന്ധമാണ്, ഹൈറിച്ച് എന്ന കമ്പനിയുടെ ബിസിനസ് എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓപ്പണായി സംസാരിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ട്. ഏഷ്യാനെറ്റ്, മാതൃഭൂമി, മനോരമ പോലത്തെ മെയിൻ സ്ട്രീം ചാനലുകൾ നിങ്ങൾ വിളിച്ചു വരുത്തിയാൽ അവർ വരും. അവരുടെ മുമ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പറയാം. അവരോട് ചോദ്യങ്ങളുണ്ടാവും, നിങ്ങളുടെ കമ്പനിയെക്കുറിച്ച്, നിങ്ങളുടെ ബിസിനസ് മോഡലിനെ കുറിച്ച്, നിങ്ങൾക്ക് കമ്പനി കിട്ടുന്ന ലാഭങ്ങളെക്കുറിച്ച്, നിങ്ങൾ വീതിച്ചു കൊടുക്കുന്ന പോളിംഗത്തിനെ കുറിച്ച് ചോദിക്കും. അതൊക്കെ നിങ്ങൾക്ക് വിശദീകരിച്ച് പറയാനുള്ള അവസരമാണത്. ജനമറിയട്ടെ, കേരള ജനമറിയട്ടെ. കേരള ജനത നിങ്ങളുടെ നിസ്സഹായതയും നിരപരാധിയായ ഒരു കമ്പനിയും, നിങ്ങൾ പറയുന്നത് പോലെ കേരളത്തിന് മാത്രമല്ല, ഇന്ത്യയുടെ മാത്രമല്ല, ലോകത്തിന് തന്നെ സമ്പദ്ഘടന മാറ്റിമറിക്കുന്ന, ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു കമ്പനിയെക്കുറിച്ച് നിങ്ങൾ പറയണം. നിങ്ങൾ എന്താ മിണ്ടാതിരിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ റൂമിൽ കണ്ട് ഈ മുറവിളി കൂട്ടിട്ട് എന്താ കാര്യം? പുറത്തിറങ്ങ്. ഇത് പണ്ട് 50 കൊല്ലം ബാക്കിലൊന്നല്ല. ഇപ്പം നമ്മൾ ഇവിടെ ടെക്നോളജിക്ക് എത്രത്തോളം വികസിച്ച് ഇവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരൊറ്റ മെസ്സേജ് കൊടുത്താൽ മതി, പത്രക്കാരൻ വരൂലേ? നിങ്ങൾ അവിടെ പോയിരിക്കും, നിങ്ങൾ സംസാരിക്കുക, ഡോക്യുമെന്റ് കൊണ്ടുപോകുക. ഞങ്ങൾ കമ്പനി ലീഗലാണ്, ഇതാ ഡോക്യുമെന്റ് കാണിച്ചു കൊടുക്കുക. അതോടുകൂടി ഈ ഗ്രൂപ്പിന്റെ പണി തീരൂലേ? നിങ്ങൾ അവിടെ സമർപ്പിക്കണം, ഇതാണ് ഞങ്ങളുടെ കമ്പനി, ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ അത് തിരുത്താൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്നുള്ള അപ്പീൽ ലീഡേഴ്സ് പറയട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ MD പറയട്ടെ, MD ഭാര്യ പറയട്ടെ, ശ്രീന. അതിലൊക്കെ തീർന്നില്ല. നിങ്ങൾ എന്തിനാണ് പിന്നെയും അടിച്ചു നിൽക്കുന്നത്? ഇതിനുള്ളൊരു ഉത്തരം നിങ്ങൾ ആരെങ്കിലും തരി, ഇല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് വാർത്താ സമ്മേളനം നടത്തി. ഇത് പണ്ടേ പറയുന്നതാണ്. അപ്പം ഇങ്ങനെ നമ്മൾ സ്വയമായിട്ട് ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് ഇങ്ങനെ വിളിച്ച് പറയലല്ല ചെയ്യേണ്ടത്. ഞങ്ങളെ കൊണ്ട് പലതും ചെയ്യാൻ കഴിയും, രംഗത്തിറങ്ങി എന്നിട്ട് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഗ്രൂപ്പ് പൊട്ടിക്കാനും നിങ്ങളെ കൊണ്ടുപോയും, കേസ് ജയിക്കാനും നിങ്ങളെ കൊണ്ടുപോയും, നിങ്ങളെ കമ്പനി മുന്നോട്ട് പോവും. നിങ്ങൾ പറഞ്ഞ പോലെ ഇന്ത്യ രാജ്യത്തല്ല, ലോകം തന്നെ മൊത്തം തന്നെ നിങ്ങളെ കൊണ്ട് മാറ്റിമറിക്കാനും കഴിയും. അങ്ങനെയാണെങ്കിൽ ഓക്കെ, എന്നാൽ ശരി, ബാക്കി പിന്നെ പറയാം.